PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് കേട്ടോ. ആദ്യത്തെ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കേരള സിവിൽ സർവീസിനെ കുറിച്ചും KASനെ കുറിച്ചും ഭരണപരിഷ്കാര കമ്മീഷനുകളെ കുറിച്ചും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ അതെല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്നതിനെക്കുറിച്ച്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളിൽ നമുക്ക് വേരിയസ് കമ്മീഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലൊരു കമ്മീഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. എന്താണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കീഴിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഘടകമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കീഴിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഘടകമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1993 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുക എന്നതാണ് ആരുടെ ചുമതല? മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുക എന്നതാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല എന്നത് അറിഞ്ഞിരിക്കുക. ഇനി ഈ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എപ്പോഴാണ്? 1998 ഡിസംബർ മാസം 11-ാം തീയതിയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത്. എപ്പോഴാണ്? 1998 ഡിസംബർ 11-നാണ്. ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് ആസ്ഥാനം വരുന്നത്. ആകെ അംഗങ്ങൾ എത്ര പേരാണ്? 3 അംഗങ്ങളാണ് ആകെ ഉള്ളത്. ചെയർമാൻ ഉൾപ്പെടെയാണ് കേട്ടോ. ചെയർമാൻ ഉൾപ്പെടെയാണ്. ചെയർമാനും പിന്നെ 2 അംഗങ്ങളും കൂടെ ചേർത്തിട്ടാണ് ആകെ 3 അംഗങ്ങളാണ് ഉള്ളത്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 2(1) അനുസരിച്ചിട്ടാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടിട്ടുള്ളത്. 1993 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ 21 എന്ന് പറയും, 21(1) കേട്ടോ, 2(1) 21(1) വകുപ്പ് അനുസരിച്ചിട്ടാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടിട്ടുള്ളത്. 21(1) കേട്ടോ വകുപ്പ്. ഇനി ഇതിലെ ചെയർമാൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിക്കുന്നത് ആരെയാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ
ജഡ്ജി പദവി വഹിച്ച ആളെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയർമാനായിട്ട് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിക്കുന്നത് ആരെയാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയാണ് ചെയർമാനായി നിയമിക്കുന്നത് എന്നത് ഓർത്തിരിക്കുക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആണ് ആര്? ജസ്റ്റിസ് എം പരീത് പിള്ള. ജസ്റ്റിസ് എം പരീത് പിള്ളയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് എം പരീത് പിള്ള. അപ്പോൾ 3 അംഗങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ കമ്മീഷനിൽ ജസ്റ്റിസ് എം പരീത് പിള്ള കൂടാതെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? എസ് ബലരാമൻ അതുപോലെ TK വിൽസൺ എന്നിവരായിരുന്നു അംഗങ്ങൾ. TK വിൽസണും എസ് ബലരാമനുമായിരുന്നു അംഗങ്ങൾ. ഇനി ഈ ചെയർമാനെയും അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് ആരാണ്? ചെയർമാനെയും കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിലെല്ലാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായ വർഷം ചോദിക്കാറുണ്ട്. 1997 ഡിസംബർ 11. അംഗങ്ങളുടെ എണ്ണം ചോദിക്കാറുണ്ട്. 3 അംഗങ്ങളാണ്, ചെയർമാൻ ഉൾപ്പെടെയാണ്. ചെയർമാനായിട്ട് നിയമിക്കുന്നത് ആരെയാണ്? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ആളെയാണ്. ആദ്യത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് എം പരീത് പിള്ളയാണ്. അതുപോലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇത്രയും കിട്ടിയല്ലോ. ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കുക, ചുമതലകൾ. കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? 1. മനുഷ്യാവകാശങ്ങളുടെ ലംഘനമോ അതിനുള്ള പ്രേരണയോ നടന്നുവെന്നോ അഥവാ അങ്ങനെയുള്ള ലംഘനം തടയുന്നതിൽ ഒരു പബ്ലിക് സർവന്റ് ഉപേക്ഷ കാണിച്ചുവെന്നോ ഉള്ള പരാതി ലഭിച്ചു കഴിഞ്ഞാൽ സ്വമേധയായോ, ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ കേട്ടോ. അപ്പൊ സ്വമേധയായോ ഒരു പീഡിതനാലോ അയാൾക്ക് വേണ്ടി ഏതെങ്കിലും വ്യക്തിയാലോ അതിന് സമർപ്പിച്ച ഹർജിയിന്മേലോ അന്വേഷണ വിചാരണ നടത്താവുന്നതാണ്. ഏതെങ്കിലും കോടതിയുടെ നിർദ്ദേശത്തിന്മേലോ ഉത്തരവിന്മേലോ അന്വേഷണ വിചാരണ നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യാവകാശങ്ങളുടെ ലംഘനമോ അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കാനായിട്ടുള്ള പ്രേരണയോ നടന്നുവെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലംഘനം തടയുന്നതിൽ ഒരു പബ്ലിക് സർവന്റ് ഉപേക്ഷ കാണിച്ചുവെന്നോ ഉള്ള പരാതി ലഭിച്ചു കഴിഞ്ഞാൽ സ്വമേധയായോ അല്ലെങ്കിൽ ഒരു പീഡിതനാലോ അയാൾക്ക് വേണ്ടി മറ്റേതെങ്കിലും വ്യക്തിയാലോ അതിനു സമർപ്പിച്ച ഹർജിയിന്മേലോ ഏതെങ്കിലും കോടതിയുടെ നിർദ്ദേശത്തിന്മേലോ ഉത്തരവിന്മേലോ അന്വേഷണ വിചാരണ നടത്താവുന്നതാണ്. 1ാമത്തെ ചുമതല. 2ാമത്തെ ചുമതല എന്താണ്? ഒരു കോടതി മുമ്പാകെ തീർപ്പാകാതെ ഇരിക്കുന്ന മനുഷ്യാവകാശങ്ങളുടെ ലംഘനത്തിന്റെ ഏതെങ്കിലും ആരോപണം ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും നടപടിയിൽ അങ്ങനെയുള്ള കോടതിയുടെ അനുമതിയോടെ ഇടപെടുക. അപ്പോൾ ഒരു കോടതി മുമ്പാകെ തീർപ്പാകാതെ ഇരിക്കുന്ന മനുഷ്യാവകാശങ്ങളുടെ ലംഘനത്തിന്റെ ഏതെങ്കിലും ആരോപണം ഉൾക്കൊള്ളുന്ന നടപടിയിൽ കോടതിയുടെ അനുമതിയോട് കൂടിയിട്ട് ഇടപെടുക. അപ്പോൾ ഈ അനുമതിയോടെ, കോടതിയുടെ അനുമതിയോടെ എന്ന വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ കോടതിയുടെ അനുമതി ഇല്ലെങ്കിലും ഇടപെടാൻ കഴിയും എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് മാറ്റി തരാം. ഓക്കെ, അപ്പോൾ കോടതിയുടെ അനുമതിയോടുകൂടി ഇടപെടുക എന്നത് കമ്മീഷന്റെ ചുമതലയാണ്. തത്സമയം പ്രാബല്യത്തിലിരിക്കുന്ന മറ്റേതെങ്കിലും നിയമത്തിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും ഏതെങ്കിലും ജയിലോ അല്ലെങ്കിൽ ചികിത്സ, ദുർഗുണ പരിവർത്തനം അല്ലെങ്കിൽ സംരക്ഷണം എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യക്തികളെ തടഞ്ഞു വെച്ചിട്ടുള്ളതോ പാർപ്പിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റ് സ്ഥാപനമോ അവിടുത്തെ അന്തേവാസികളുടെ ജീവിതാവസ്ഥകൾ പഠിക്കുന്നതിന് വേണ്ടി സന്ദർശിക്കുകയും അതിന്മേൽ സർക്കാരിന് ശുപാർശകൾ നൽകുകയും ചെയ്യുക. ഓക്കെ, ഇതും എന്താണ്? കമ്മീഷന്റെ ചുമതലയാണ് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ചുമതല എന്ന് പറയുന്നത് നോക്കുക. അടുത്തത് ഭരണഘടനയാലോ ഭരണഘടനയിൻ കീഴിലോ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിന് കീഴിലോ ഏർപ്പെടുത്തിയിട്ടുള്ള സുരക്ഷാ വ്യവസ്ഥകൾ
പുനരവലോകനം ചെയ്യുകയും അവയുടെ ഫലപ്രദമായ നടപ്പാക്കലിനു വേണ്ടി നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യുക. ഈ ശുപാർശ ചെയ്യൽ മാത്രമാണ് എന്നുള്ളതും ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഭരണഘടനയാലോ ഭരണഘടനയും കീഴിലോ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിന് കീഴിലോ ഏർപ്പെടുത്തിയിട്ടുള്ള സുരക്ഷാ വ്യവസ്ഥകൾ പുനരാവലോകനം ചെയ്യുകയും അവയുടെ ഫലപ്രദമായ നടപ്പാക്കലിന് വേണ്ടി നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യുക. അടുത്ത ചുമതലയാണ് മനുഷ്യാവകാശങ്ങളുടെ അനുഭവാവകാശം തടസ്സപ്പെടുത്തുന്ന ഭീകര പ്രവർത്തനം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പുനരവലോകനം ചെയ്യുകയും ഉചിതമായ പരിഹാര നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യുക. അടുത്തത് മനുഷ്യാവകാശങ്ങളിന്മേലുള്ള ഉടമ്പടികളും മറ്റന്താരാഷ്ട്ര പ്രമാണങ്ങളും പഠിക്കുകയും അവയുടെ ഫലപ്രദമായ നടപ്പാക്കലിനു വേണ്ടി ശുപാർശകൾ ചെയ്യുകയും ചെയ്യുക. അടുത്തത് മനുഷ്യാവകാശങ്ങളുടെ മേഖലയിൽ ഗവേഷണം ഏറ്റെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതും കമ്മീഷന്റെ ചുമതലയാണ്. സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പം ഇത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയും കേട്ടോ. രണ്ടും സെയിം ആണ്. അപ്പം അതങ്ങനെ പഠിച്ചിരിക്കുക. ഇനി നോക്കുക, സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ മനുഷ്യാവകാശ സാക്ഷരത വ്യാപിപ്പിക്കുകയും പ്രസിദ്ധീകരണങ്ങൾ, മാധ്യമങ്ങൾ, സെമിനാറുകൾ, മറ്റു ലഭ്യമായ മാർഗങ്ങൾ എന്നിവ മുഖേന ഈ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ലഭ്യമായിട്ടുള്ള സുരക്ഷാ വ്യവസ്ഥകളുടെ അവബോധം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇതെല്ലാം ആരുടെ ചുമതലയാണ്? കമ്മീഷന്റെ ചുമതലയാണ്. സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ മനുഷ്യാവകാശ സാക്ഷരത വ്യാപിപ്പിക്കുക, പ്രസിദ്ധീകരണങ്ങൾ, മാധ്യമങ്ങൾ, സെമിനാറുകൾ, മറ്റു ലഭ്യമായ മാർഗങ്ങൾ എന്നിവ മുഖേന ഈ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ലഭ്യമായിട്ടുള്ള സുരക്ഷാ വ്യവസ്ഥകളുടെ അവബോധം പ്രോത്സാഹിപ്പിക്കുക. അടുത്ത ചുമതലയാണ് മനുഷ്യാവകാശങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഇതര സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രയത്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. മനുഷ്യാവകാശങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഇതര സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രയത്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതും കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണ്. മനുഷ്യാവകാശങ്ങളുടെ പ്രോത്സാഹനത്തിനു വേണ്ടി ആവശ്യമെന്ന് കരുതാവുന്ന അങ്ങനെയുള്ള മറ്റ് ചുമതലകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. കമ്മീഷന് ഈ ആക്ടിന് കീഴിലുള്ള പരാതികൾ അന്വേഷണ വിചാരണ ചെയ്യുമ്പോൾ സിവിൽ നടപടി നിയമസംഹിത 1908 കീഴിൽ ഒരു വ്യവഹാരം വിചാരണ ചെയ്യുന്ന ഒരു സിവിൽ കോടതിക്കുള്ള എല്ലാ അധികാരങ്ങളും പ്രത്യേകിച്ച് താഴെ പറയുന്ന സംഗതികൾ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം എന്തൊക്കെയാണ്? സാക്ഷികളെ സമൺ ചെയ്യുകയും നിർബന്ധപൂർവം ഹാജരാക്കുകയും ശപഥത്തിന്മേൽ അവരെ വിസ്തരിക്കുകയും ചെയ്യുക. കമ്മീഷന്റെ ചുമതലകളിൽ വരുന്നതാണ്. സാക്ഷികളെ സമൺ ചെയ്യുകയും നിർബന്ധപൂർവം ഹാജരാക്കുകയും ശപഥത്തിന്മേൽ അവരെ വിസ്തരിക്കുകയും ചെയ്യുക. ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുകയും ഹാജരാക്കുകയും ചെയ്യുക. സത്യവാങ്മൂലത്തിന്മേൽ തെളിവ് സ്വീകരിക്കുക. ഏതെങ്കിലും കോടതിയിലോ ഓഫീസിലോ നിന്ന് ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പോ ആവശ്യപ്പെടുക. സാക്ഷികളെ വിസ്തരിക്കുവാനും പ്രമാണങ്ങൾ പരിശോധിക്കുവാനും കമ്മീഷനുകൾ പുറപ്പെടുവിക്കുക. നിർണയിക്കപ്പെടാവുന്ന മറ്റേതെങ്കിലും സംഗതി. ഓക്കെ, അപ്പോൾ ഇത്രയും എന്താണ് കമ്മീഷന്റെ ചുമതലകളാണ് കേട്ടോ. സാക്ഷികളെ സമൺ ചെയ്യുകയും നിർബന്ധപൂർവ്വം ഹാജരാക്കുകയും ശപഥത്തിന്മേൽ അവരെ വിസ്തരിക്കുകയും ചെയ്യുക. ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുകയും ഹാജരാക്കുകയും ചെയ്യുക. സത്യവാങ്മൂലത്തിന്മേൽ തെളിവ് സ്വീകരിക്കുക. ഏതെങ്കിലും കോടതിയിലോ ഓഫീസിലോ നിന്നും മറ്റേതെങ്കിലും രേഖയോ പൊതുരേഖയോ അതിന്റെ പകർപ്പോ ആവശ്യപ്പെടുക. സാക്ഷികളെ വിസ്തരിക്കുവാനും പ്രമാണങ്ങൾ പരിശോധിക്കുവാനും കമ്മീഷനുകൾ പുറപ്പെടുവിക്കുക എന്നതൊക്കെ ഇതെല്ലാം സംബന്ധിച്ച കമ്മീഷന്റെ ചുമതലയാണ്. അടുത്തത്, കമ്മീഷന് ഏതെങ്കിലും ആളോട് അയാൾ തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിന്മേൽ അവകാശപ്പെടുന്ന ഏതെങ്കിലും വിശേഷ അവകാശത്തിന് വിധേയമായി അന്വേഷണ വിചാരണയുടെ വിഷയത്തിന് ഉപയോഗപ്രദമായതോ പ്രസക്തമായതോ ആണെന്ന് കമ്മീഷൻ അഭിപ്രായമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളെയോ കാര്യങ്ങളെയോ കുറിച്ച് വിവരം നൽകുവാൻ ആവശ്യപ്പെടുന്നതിന് അധികാരമുണ്ടായിരിക്കുന്നതും അങ്ങനെ ആവശ്യപ്പെടുന്നതുമായ ഏതെങ്കിലും ആൾ ഇന്ത്യ ശിക്ഷാ നിയമസംഹിതയിലെ 176ഉം 77ഉം വകുപ്പുകളുടെ അർത്ഥത്തിനുള്ളിൽ അങ്ങനെയുള്ള വിവരം നൽകുന്നതിന് നിയമപ്രകാരം ബാധ്യസ്ഥനാണെന്ന് കരുതപ്പെടുന്നതും ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, കമ്മീഷൻ ഇതിലേക്ക് പ്രത്യേകമായി അധികാരപ്പെടുത്തിയ ഗസറ്റഡ് ഓഫീസറുടെ പദവിയിൽ താഴെയല്ലാത്ത മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ അന്വേഷണ വിചാരണയുടെ വിഷയം സംബന്ധിച്ച് ഏതെങ്കിലും പ്രമാണം കണ്ടെത്തിയേക്കാമെന്ന് കമ്മീഷന് വിശ്വസിക്കുവാൻ കാരണമുള്ള ഏതെങ്കിലും കെട്ടിടത്തിലോ സ്ഥലത്തോ പ്രവേശിക്കാവുന്നതും ക്രിമിനൽ നടപടി നിയമസംഹിത 1973 100ാം വകുപ്പിലെ വ്യവസ്ഥകൾ ബാധകമാകുന്നിടത്തോളം അവയ്ക്ക് വിധേയമായി അങ്ങനെയുള്ള ഏതെങ്കിലും പ്രമാണങ്ങൾ പിടിച്ചെടുക്കുകയോ അവയിൽ നിന്ന് പ്രസക്ത ഭാഗങ്ങളോ പകർപ്പുകളോ എടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്.
ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം. 3 വർഷം അഥവാ 70 വയസ്സാണ്. 3 വർഷം അഥവാ 70 വയസ്സാണ് ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത്. ഇനി മനുഷ്യാവകാശ നിയമം ഭേദഗതി 2019. നമുക്ക് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. എങ്കിലും മനുഷ്യാവകാശ നിയമ ഭേദഗതിയെ കുറിച്ച് ജസ്റ്റ് പറയാം. മനുഷ്യാവകാശ നിയമ ഭേദഗതി രാജ്യസഭ പാസാക്കിയത് എപ്പോഴാണ്? 2019 ജൂലൈ 22-നാണ് രാജ്യസഭ പാസാക്കുന്നത്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ജൂലൈ 27-നാണ്. രാജ്യസഭ പാസാക്കുന്നത് 2019 ജൂലൈ 22, രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജൂലൈ 27. നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 2-നാണ്. നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 2-നാണ് നിലവിൽ വന്നത്. അപ്പോൾ ഈ ഒരു ഭേദഗതി പ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആകുവാനുള്ള യോഗ്യത മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കണം എന്നായിട്ട് മാറി. അല്ലെ, കേന്ദ്രം, നമ്മൾ അതിൻ്റെ കാര്യം ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആകുവാനുള്ള യോഗ്യത എന്തായിട്ട് മാറി? മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കണം എന്നായിട്ട് മാറി. അതുപോലെ തന്നെയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ആവുവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കണം എന്നുള്ളതായിട്ട് മാറി. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രായോഗിക അറിവ് നേടിയിട്ടുള്ള 3 പേർ ഉണ്ടായിരിക്കണം. 3 പേര് എങ്ങനെയുള്ളവരായിരിക്കണം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രായോഗിക അറിവ് നേടിയിട്ടുള്ള 3 പേരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരാൾ ആരായിരിക്കണം? വനിതയായിരിക്കണം. 3 പേര് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. അതിലൊരാൾ വനിതയായിരിക്കണം എന്ന് ഭേദഗതിയിലൂടെ പറയുന്നുണ്ട്. ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ അംഗങ്ങളോടൊപ്പം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ഇതിവരുടെ ചെയർപേഴ്സൺ എല്ലാം കൂടെ ചേർന്ന് നിലവിൽ എത്ര എക്സ് ഓഫീഷ്യോ അംഗങ്ങളാണ് ഉള്ളത്? എക്സ് ഓഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം 7 പേരാണ്. 7 കേട്ടോ. അപ്പോൾ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചെയർപേഴ്സൺ എന്നിവരെല്ലാം കൂടെ ചേർന്ന് നിലവിൽ 7 എക്സ് ഓഫീഷ്യോ അംഗങ്ങളാണ് ഉള്ളത്. ഈ അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞാൽ അവരെ ഗവൺമെന്റിന് വീണ്ടും നിയമിക്കാം എന്നുള്ള ഒരു നിയമം കൂടിയിട്ട് ഇതിൽ കൊണ്ടുവന്നു. ഭേദഗതി വഴി വീണ്ടും നിയമിക്കാനുള്ളത്. ഓക്കെ, അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞാൽ അവരെ വീണ്ടും നിയമിക്കാം എന്നൊരു ഭേദഗതി വരുത്തിയിട്ടുണ്ട്. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ എത്ര പേരാണ്? 6 പേരാണ്. ദേശീയമാവുമ്പോൾ 6 പേര്, സംസ്ഥാനമാവുമ്പോൾ 3 പേരാണ് അംഗങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ചെയർമാൻ ഉൾപ്പെടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 6 പേരും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ 3 പേരുമാണ് അംഗങ്ങളായിട്ട് വരുന്നത്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ഈ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കാനായിട്ട് ശുപാർശ ചെയ്യുന്ന ഒരു സമിതിയുണ്ട് അല്ലെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള ചെയർപേഴ്സൺ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിന് ശുപാർശ ചെയ്യുന്ന സമിതിയുണ്ട്. ആ സമിതിയിൽ വരുന്ന അംഗങ്ങൾ ആരൊക്കെയാണ്? 1 മുഖ്യമന്ത്രിയാണ് അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. 2ാമത്തെ അംഗം ആഭ്യന്തരമന്ത്രി. 3ാമത്തേത് നിയമസഭാ പ്രതിപക്ഷ നേതാവ്. 4ാമതായിട്ട് നിയമസഭാ സ്പീക്കർ. അപ്പോൾ ഇവർ 4 പേരുമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനായിട്ട് ശുപാർശ ചെയ്യുന്ന സമിതിയിലെ അംഗങ്ങൾ. ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സ്പീക്കർ. അപ്പോൾ ഇതിൽ അംഗങ്ങളല്ലാത്തവർ ആരൊക്കെയാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതിൽ ചെയർപേഴ്സൺ ആരാണ്? മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.